ഗൈസ് എല്ലാവർക്കും നമസ്കാരം. എൻ്റർടൈൻമെൻറ്റ് കീയുടെ ഇക്കിരി റിയാക്ഷനാണ്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം സിനിമയുടെ ഒരു പ്രൊമോ 6 മണിക്ക് വരാനുണ്ട്. അതിനുള്ള വെയിറ്റിംഗ് ആണ്. എന്താകുമോ എന്താവും. എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യൽ ട്രailerൽ നിന്ന് എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. പുതിയത് എന്തെങ്കിലും കിട്ടുമോ എന്നറിയില്ലല്ലോ. എന്തായാലും നാളെ സിനിമ റിലീസിനെത്തുകയാണ്. ഹൈപ്പ് പ്രതീക്ഷിച്ചതിലും അപ്പുറത്തിയിട്ടുണ്ട്. അർച്ചന കൽപ്പാത്തി അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട്, അതായത് ഹൈപ്പ് സിനിമക്ക് നല്ലതല്ല, ഹൈപ്പ് കയറുന്നത് കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. പക്ഷേ ഹൈപ്പ് കയറിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മുടെ പ്രേംജി, അതായത് വെങ്കട്ട് പ്രഭുവിൻ്റെ അനിയൻ, ആൾ പറയുന്നത് കേട്ടിട്ട് ശരിക്കും വണ്ടടിച്ചിരിക്കുകയാണ്. ത്രില്ലാവുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത് വ്യത്യസ്തമായൊരു സിനിമയാണ് എന്നുള്ളതാണ് ആൾ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ആളുടെ ചേട്ടൻ്റെ കഴിവ് കണ്ടിട്ട്, അതായത് ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് വെങ്കട്ട് പ്രഭുവിന് ചിന്തിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ആൾ ചോദിക്കുന്നത്. ആൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും വന്ന് പലതും തള്ളുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് സിനിമ അത് മങ്കാത്തിൻ്റെയൊക്കെ മുകളിൽ, മാനാടിൻ്റെയൊക്കെ മുകളിൽ ഗോട്ടാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതായത് വെങ്കട്ട് പ്രഭു ചെയ്ത സിനിമകളിൽ എന്താവും അവല്ലേ, ടെൻഷനുണ്ട്. എന്തായാലും നാളെ ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. എന്തായാലും പ്രൊമോ വീഡിയോ എത്തിയിട്ടുണ്ടാവണം, നമുക്കൊന്ന് കണ്ടു നോക്കാം. ട്രailerൽ ഇല്ലാത്തത് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഉണ്ടാവുമോ നോക്കാം. അയ്യോ 34 സെക്കൻഡേ ഉള്ളൂ കേട്ടോ. G-O-A-T, the greatest of all time. എന്ത് സംഭവം ഒന്നുകൂടെ കാണാം. G-O-A-T, the greatest of all time. മെസ്സിനോടൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മെസ്സി മജീഷ്യനാണോ? തളപതി ടേക്ക് ഓവർ ഫ്രം ടുമോറോ. ദൈവം എന്താവോ ഇതിപ്പോൾ. ട്രailerൽ നിന്ന് പ്രത്യേകിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം അതേ സിറ്റുവേഷനിലുള്ള മറ്റു പല ഷോട്ടുകളാണ് ഇതിൽ കണ്ടത്. പുതിയതായിട്ട് ഏതെങ്കിലും പശ്ചാത്തലമോ പുതിയ എന്തെങ്കിലും കഥാപാത്രങ്ങളോ പുതിയ എന്തെങ്കിലും സംഭവമോ ഉണ്ടോ? ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഏറ്റവും യങ്ങായിട്ടുള്ള വിജയുടെ ഒരു ഗൺ ഷോട്ടുണ്ട്. പിന്നെ ആളൊരു മജീഷ്യനാണോ? ഇനി സിനിമ ഒരു മാജിക്കൽ ത്രില്ലറാണോ? അതൊരു ചീട്ടിങ് എടുക്കുന്നുണ്ട്. എന്താ സംഭവം? എന്തായാലും ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. പുതിയതായിട്ടൊന്നും ഉള്ളതായിട്ടും തോന്നുന്നില്ല. അതായത് നമ്മൾ ട്രailerൽ കണ്ട അതേ സംഭവങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഷോട്ടുകൾ, അത്രേ ഉള്ളൂ. എന്തായാലും നാളെ കാണാം തള്ളും പിന്നെ ഹൈപ്പും ഒക്കെ എങ്ങനെ ഈ സിനിമയെ ബാധിക്കും എന്നുള്ളത്. എന്തായാലും കരിയറിലെ, അതായത് സിനിമാ കരിയറിലെ വിജയുടെ അവസാനത്തെ 2 സിനിമകളിലെ ഒന്നാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. ബെസ്റ്റ് ആകുമോ എന്നുള്ളത് കണ്ടറിയാം. പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതിൽ ഡീകോഡ് ചെയ്യാനായിട്ടുള്ളത് തോന്നിയില്ല കേട്ടോ. പിന്നെ ഒരു മിക്സ് ചെയ്തിട്ടാണിത് ചെയ്തിരിക്കുന്നത്. അതായത് BGM മിക്സിംഗ് ഉണ്ട്, പിന്നെ അതിൽ ഡയലോഗ് പ്രേംജിയുടെ ഡയലോഗ് ആണെന്നൊരു എനിക്കൊരു സംശയമുണ്ട്. പിന്നെന്താ അതിൻ്റെ ഇടയിലൂടെ വേറെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നൊരു ടൈപ്പാണ്. എന്തായാലും നോക്കാം, വരട്ടെ, നാളെ സിനിമ വരട്ടെ. ബൈ.